നീ പറയാ ഇത് പോയത് അവര് ഞാൻ അവിടെ നല്ലൊരു പോയപ്പോഴില്ല. പക്ഷെ ഞാൻ കരഞ്ഞു. എന്തായാലും എന്നെ ഇനി എല്ലാ ഡ്രസ്സുകളും നിന്റെ ഡ്രസ്സ് ഒന്നും ഇതിനകത്ത് ഒരു ജാക്കറ്റ് അങ്ങനെ അതൊക്കെ അതിപ്പോ വരും. ഇന്നലെ പണിക്കുള്ള ഒരു സാധനം പിന്നെ ജാക്കറ്റ് ഞാൻ തട്ടിക്കൊണ്ടുപോയത് അത് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കും. ആരാണ് ബിഗ് ബോസ് ഇവിടെയൊക്കെ ഡ്രസ്സ് വന്നു. എല്ലാവരും ഡ്രസ്സ് വന്നു. നിന്റെ ഒരെണ്ണം എല്ലാവരും ഡ്രസ്സ് വന്നു. എല്ലാവരും ഡ്രസ്സ് വന്നു. ഞാൻ വിചാരിച്ചു ഓണമല്ലേ ഏതെങ്കിലും ആക്ട്രസ് ആയിരിക്കും വിചാരിച്ചു. മനുഷ്യത്തിന് വരില്ല ഓണത്തിനൊക്കെ അവരുള്ളത് കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും ദിവസം ഇന്നൊരു ദിവസം നമ്മൾ ഉറങ്ങുന്ന ദിവസത്തിന് ഒരു ദിവസം കൂടെ ഇനിയിപ്പം എനിക്ക് ധൈര്യം കാരണം ആരെങ്കിലും ഒരു പിക്ചറിൽ പറയട്ടെ. ഞാൻ ബിഗ് ബോസിനെയാണ്. ധൈര്യവും ജയിച്ചു, അതും ജയിച്ചു. എല്ലാം ഞാൻ കാരണം നിങ്ങൾക്ക് എല്ലാം കിട്ടി. ആ അല്ലേ അല്ലേ ഞാൻ ഇപ്പഴേ വിചാരിച്ചത്. ഞാൻ അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്തു. ഇന്ന് ലൈറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഇവരും കൂടെ തന്നെ സംസാരിച്ചു. പക്ഷെ വരുമെന്നറിയാം എപ്പോഴെങ്കിലും. പിന്നെ നീ ഇങ്ങനെ ഓണ കളറാവും. അതാണ് വന്ന് അത് വരും. അവർ പിന്നെ മൂന്നാൾക്കാരായി തീർന്ന് 3 പേര് ഈ ഗെയിമിന്റെ പ്രജാപതി കൊണ്ടുവരും. 3 ആൾക്കാരെ ലഭിക്കും. ആ 3 പേര് എന്റെ പേര് ഇന്ന് രാവിലെ ഇവിടെ ഉള്ള ആൾക്കാർ വരുമോ എന്നോട് പറഞ്ഞേ ആരാണ് ഏറ്റവും കൂടുതൽ എന്താണ് അവരെല്ലാം പണിയിൽ ട്രൈ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാ പിന്നെ എന്റെ സപ്പോർട്ട് അബി ഞാൻ കിച്ചൺ ടീമിലാണ്. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ കിച്ചണിൽ കയറും. മനസ്സിലായി? നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല. ഞാൻ നിന്റെ ലെഗസി ഞാൻ കീപ്പ് ചെയ്തിരുന്നു. പറയട്ടെ ആളുണ്ടായില്ല മാത്രം സോറി. അങ്ങനെ തന്നെ വേണം. എനിക്ക് വേണ്ടി നീ അങ്ങനെ ചെയ്യണം. എന്തിന് വേറെ കള്ളനല്ല. ഞാൻ കിച്ചൺ ടീമാണ് കേട്ടോ. ആ ഇവിടെ ആണോ? സമ്മതിച്ചു. ഞാൻ കിച്ചൺ ടീമാണ്. അപ്പം വേണ്ട വേണ്ട ഇങ്ങനത്തെ ഞാൻ എടുക്കില്ലല്ലോ. സമ്മതിക്കില്ല. ഇല്ല കള്ളൻ ഇവിടെ എല്ലാവർക്കും ഒരു ഓർമ്മയായിട്ട് ഇരിക്കണം. ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എന്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ട സാധനങ്ങളെത്തേക്കും എന്താ മോനെ എന്റെ ഫുൾ ഓർഡർ എത്തി എല്ലാം ആൾക്കാരോ ഷൈത്തേക്ക്. അവള് കുഴിമന്തി അല്ലാത്ത ഇവിടെ എല്ലാം ഫുഡ് അടിച്ച് കിട്ടി. നിന്റെ വിഷമത്തില് ഷൈത്തേക്ക് നല്ല വിഷമം ഉണ്ടാവും എനിക്കറിയാം. താങ്ക് യു ഷൈത്യ. അല്ല പക്ഷെ ഇവിടെ മിസ് ചെയ്യാത്തവർക്ക് എനിക്ക് പ്രശ്നമില്ല. ബിക്കോസ് അവിടുത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റിനെ
വിക്കിയത് വിടാന്നുള്ളത് അവരുടെ ആനേട്ടൻ പറഞ്ഞു നോക്കരുത് എന്റെ പേര് ഞാൻ ഇവിടെ ഒട്ടിച്ചു വെച്ചു. അല്ലേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ഗൈസ്. എന്നാലും ഇത്രയും ഒരു എവിക്ഷൻ ഉണ്ടായിട്ടും ഇത്രയധികം കോലടക്കം സൃഷ്ടിച്ച വേറെ ആരും ഇല്ല. ഒരു കണ്ടസ്റ്റന്റ് ഇല്ല, ഒരു കണ്ടസ്റ്റന്റ് ഇല്ല. അത് തന്നെയാണ് എന്റെ കപ്പിനെക്കാട്ടും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. ഒരു ഹൗസ് മുഴുവൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ എനിക്ക് കിട്ടിയ അംഗീകാരം, ഒരു സ്നേഹമാണ്. സോ ഹാപ്പി. അല്ല ഇന്നലെ പറഞ്ഞു നീ പോയില്ലേ, പോയി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ്റെ പാരൻസിന്റെ ഒക്കെ വീഡിയോ ആണ് തോറ്റയുടെ. അപ്പൊ നമുക്ക് ഫുൾ ഇതായിപ്പോയി. അപ്പൊ പറഞ്ഞു എന്റെ ഒരനിയൻ ഇവിടെ ഉണ്ട്, പക്ഷെ എന്റെ വേറൊരു അനിയൻ ഇന്ന് പോയി എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് അത് കാണിച്ചപ്പോൾ നമുക്ക് സന്തോഷിക്കാനും വയ്യ. അങ്ങനത്തെ സോറി കേട്ടോ, അതാണ് മട്ടാക്കിൽ വന്ന ഞങ്ങള് മണല് കോരി എന്തോന്നൊക്കെ എന്ന് വെച്ചാൽ മണ്ണ് കറിയേണ്ട ആവശ്യമില്ല. നീ ആ രീതിക്ക് തന്നെ തിരിച്ചുണ്ട്. അങ്ങനത്തെ നാട്ടിലോ വീട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് ആരെങ്കിലും പറയാമെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ചെയ്യാം പറഞ്ഞു കൊടുത്തിട്ട്. ഇപ്പൊ ഒറ്റയ്ക്ക് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും ആൾക്കാരെ ഇവർക്കിട്ട് ഞാൻ ഇവിടുന്ന് പോകണം, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. നീ പോകില്ലല്ലോ, സ്വന്തമായിട്ട് ഇറങ്ങി പോകത്തില്ല ഒരിക്കലും. ഒരിക്കലും സ്വന്തമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയാൽ പോകത്തില്ല. ധിക്കരിച്ചിട്ട് എനിക്ക് കിട്ടിയണമെന്ന് പറഞ്ഞാൽ പോകത്തില്ല. ഒരാളുടെ പേര് എൻ്റെ വാശിക്കൊന്നും ഞാൻ അങ്ങനെ ചെയ്യത്തില്ലാന്ന് പറയത്തുമില്ല. എനിക്കിവിടെ നിൽക്കാൻ യോഗ്യത ഇല്ല എന്ന് ബിഗ് ബോസിനും പ്രേക്ഷകർക്കും തോന്നുകയാണെങ്കിൽ ഞാൻ പോകും, അത്രേ ഉള്ളൂ. എല്ലാത്തിനും വേണ്ടി തയ്യാറായിട്ടിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്തും സഹിക്കാൻ തയ്യാറായിട്ടിരിക്കണം. രണ്ട് റാമ്പൊക്കെ എടുത്തതാണ്. മറ്റേ ആ പെട്ടിയുടെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അതല്ല ഇതിനുള്ളിൽ നോക്ക്. മറ്റേ പെട്ടിയുടെ ഉള്ളിൽ ബിസ്ക്കറ്റ് മറ്റേ വെള്ള ബിസ്ക്കറ്റ് എനിക്ക് വേണം കേട്ടോ. അതാ ഞാൻ നമ്പർ ലോക്ക് വരെ ഞാൻ പറഞ്ഞു നിട്ടാ പോയത്. എനിക്കറിയാം, അത് നല്ല ഞാനിങ്ങനെ മനസ്സിലാച്ചു. ഓ എന്താണെങ്കിലും ബിഗ് ബോസിന് അറിയാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വേറെ എന്താക്കാൻ നമ്പർ ലോക്ക് അറിയാം. കാരണം ഒരാൾ ഒന്ന് നോക്കിയിരുന്നതാ. അനീഷേട്ടാ, നമ്മൾ ഇനി മുതൽ 2 ഗെയിമേഴ്സ് അല്ല, 1 ഗെയിമേഴ്സ്. അത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സ്വയമായിട്ട് നിൽക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനും സപ്പോർട്ട് വേണ്ട. എന്നെ സപ്പോർട്ട് ചെയ്യാനെങ്കിലും അനീഷേട്ടൻ അനീഷേട്ടൻ നോക്കിയിട്ടല്ലേ. പക്ഷെ എന്നാലും അനീഷേട്ടൻ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്ത ആരെന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്ക്, മുഖത്തേക്ക് നോക്കും. അനീഷേട്ടനല്ല, ഞാൻ ഈ വീടിനാണ് മിസ് ചെയ്തത്. ഒരു കയ്യകലത്തിൽ നിന്നാലോ, 2 കയ്യകലത്തിൽ നിന്നാലോ, 2 കയ്യകലത്തിൽ നിന്നാലോ, 2 കയ്യകലത്തിൽ ഇങ്ങനെ നിൽക്കാം. ഒരു കയ്യകലത്തിൽ അല്ല, ഒരു 2 കയ്യകലം പ്രശ്നമുണ്ടോ? കയ്യകലത്തിൽ നിന്നാണ്. എന്താ ഒരു കയ്യകലത്തിൽ നിൽക്കാനായിട്ട് നിങ്ങൾ അവസരം തരൂ. ഈ 3 കയ്യകലത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഒരു കയ്യകലത്തിൽ വന്നല്ലോ. ഞാൻ കയ്യകലത്തിൽ നിന്നാ മതി. ഞാൻ വന്നു. Can you please open? Yeah, please. Come to India mango juice. Thank you. ഈ ഒരു വരവ് ഞാൻ പ്രതീക്ഷിച്ചു. ഞങ്ങൾ പറഞ്ഞു 2 പെട്ടിയായിട്ട് വരുവേട്ടാ. 2 പെട്ടിയാക്കി തന്നെ വന്നു. അവിടെ ഇത് നോക്കണം. ഇനിയിപ്പോ പേക്കോലം മാറി മര്യാദക്കുള്ള കോളേജിൽ നടക്കാം. ക്ലിപ്പുകൾ എല്ലാം ഉണ്ട്.
ഫുള്ള് ഞാൻ ഇവിടെയാണ് യൂസ് ചെയ്യുക. അല്ല അവിടെ നമ്മുടെ ചാനലിന്റെ സാധനങ്ങളൊക്കെ മിക്സ് ആണ്. അപ്പൊ ഇത് നിനക്കായിട്ട് ഈ വെള്ളം കാര്യമില്ല. ഫുൾ ക്ലിപ്പർ എല്ലാ ഐറ്റംസും ഐബ്രോ ട്രിമ്മർ എല്ലാം വാ എവറിഥിങ്. ഇതിനകത്താകുമ്പോൾ നിന്റെ സാധനങ്ങൾ ഓക്കെ ശരി ശരി അത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. വേണം വേണം വേണം. അപ്പൊ ഞാൻ back to the point. back to the fire. ഇത് ലേസാ? അത് തുറക്ക്. അതായത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് സാധനങ്ങളൊക്കെ തരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിക്കും. കുറെ ഇന്നലെ കിട്ടി. ഞാൻ ഇല്ലടാ ഭയങ്കര സംഭവം അറിയോ? ഞാൻ പോയിട്ട് പറഞ്ഞേ സംഭവം പണിയാണെന്ന് വിചാരിച്ചിട്ട് പറ്റുമ്പോഴാ. പിന്നെ നീ ഞാൻ എന്റെ വീഡിയോ അപ്പൊ നമ്മൾ സാഡായിട്ടിരിക്കണം. നിന്നെ പോയി കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് എന്റെ വീഡിയോ ആണ്. എന്നിട്ട് ബിഗ് ബോസിൽ കേൾക്കുന്നു. എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഒരു സാധനം